നമ്മൾ പണം സേവ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കേൾക്കുന്ന ഒരു വലിയ വാക്കാണ് കമ്പൗണ്ടിങ്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ പണം തന്നെ വീണ്ടും നമ്മൾക്കായി പണം ഉണ്ടാക്കി തരുന്ന ഒരു പ്രക്രിയയാണ് കമ്പൗണ്ടിങ്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. നിങ്ങൾ ഇപ്പോൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതൂ. വർഷം 10% റിട്ടേൺ അതിൽ നിന്ന് ലഭിക്കും. ഒന്നാം വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപ ലാഭം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആകെ പണം 11,000 രൂപയാകും. രണ്ടാം വർഷത്തെ 10% കണക്കാക്കുന്നത് ആ 10,000 രൂപയിൽ നിന്നും മാത്രമല്ല, 11,000 രൂപയിൽ നിന്നാണ്. അതായത് ലാഭത്തിൽ നിന്നും വീണ്ടും ലാഭം കിട്ടുന്നു. ഇതാണ് കമ്പൗണ്ടിങ്ങിന്റെ മാജിക്. ഇത് കുറച്ചു വർഷങ്ങളല്ല, നീണ്ട കാലം തുടരുമ്പോഴാണ് കമ്പൗണ്ടിങ്ങിന്റെ ശരിക്കുള്ള പവർ കാണിക്കുന്നത്. ആദ്യ വർഷങ്ങളിൽ വളർച്ച കുറവായിരിക്കും, പക്ഷേ സമയം കടന്നു പോകുമ്പോൾ പണം വളരെ ഫാസ്റ്റായി വളരും. അതുകൊണ്ടാണ് ടൈം ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എമൗണ്ട് എന്ന് പറയുന്നത്. വലിയ പണം ഇല്ലെങ്കിലും ചെറിയ തുകയോടെ നേരത്തെ തുടങ്ങിയാൽ കമ്പൗണ്ടിങ് നിങ്ങളെ സഹായിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. കമ്പൗണ്ടിങ് ശരിക്കും വർക്ക് ചെയ്യാൻ ടൈം പ്ലസ് പേഷ്യൻസ് പ്ലസ് കൺസിസ്റ്റൻസി വേണം. ഇടയിൽ പാനിക് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നിർത്തിയാൽ ഈ പവർ നഷ്ടമാകും. അതിനാൽ SIP പോലുള്ള ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പൗണ്ടിങ്ങിന് ഏറ്റവും നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ കമ്പൗണ്ട് എന്നത് റിച്ച് പീപ്പിളിന്റെ രഹസ്യമല്ല, ഏർലി സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റേഴ്സിന്റെ ആയുധമാണ്. ഇന്ന് തുടങ്ങുന്ന ഒരു ചെറിയ തീരുമാനം നാളെ വലിയ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കും. സോ ഗൈസ്, ഇതായിരുന്നു കമ്പൗണ്ടിങ്ങിനെ കുറിച്ചുള്ള സിമ്പിൾ ആയ ഡെഫിനിഷൻ. ഇതുപോലത്തെ ഫിനാൻസ് ആൻഡ് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.